സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ ആർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. May God's name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank God for another opportunity for us to study the Word of God. ദൈവവചനം പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം കൂടെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. As we come to the dispensation of grace, as it were, കൃപായുഗത്തിനെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ just want to run through the different dispensations: innocence, conscience. നമ്മൾ ഇതുവരെ ചിന്തിച്ച യുഗങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് വീണ്ടും ഓർപ്പിക്കട്ടെ. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷ്യ ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം. And the way God communicated either directly or through different means. ഈ വിവിധ യുഗങ്ങളിൽ ദൈവം എങ്ങനെ മനുഷ്യനുമായിട്ട് ആശയവിനിമയം നടത്തി എന്നുള്ളത് നമുക്കവിടെ കാണുന്നു. നിഷ്പാപയുഗത്തിൽ ദൈവം നേരിട്ടും, മനസാക്ഷി യുഗത്തിൽ മനുഷ്യന് മനസാക്ഷിയിലൂടെയും, മാനുഷ്യ ഭരണയുഗത്തിൽ ജ്ഞാനവും ഭക്തിയുമുള്ള നേതൃത്വത്തിലൂടെ, വാഗ്ദത്ത യുഗത്തിൽ പിതാക്കന്മാരും അതുപോലെ ഗോത്ര നേതൃത്വവും, ന്യായപ്രമാണ യുഗത്തിൽ പുരോഹിതർ, കനാനിന് മുമ്പ് കനാനിൽ പുരോഹിതന്മാരും ന്യായാധിപന്മാരും, അതിനുശേഷം രാജാക്കന്മാരും പ്രവാചകന്മാരും, കൃപായുഗത്തിൽ കർത്താവ് യേശു ക്രിസ്തു, തുടർന്ന് പരിശുദ്ധാത്മാവ്. Up until the time that the Israelites asked for a king, God was directly the king over them. ഇസ്രായേൽ ജനം ഒരു രാജാവിനെ വേണ്ടി ചോദിക്കുന്നത് വരെയും ദൈവം തന്നെയായിരുന്നു അവർക്ക് രാജാവായിട്ട് ഉണ്ടായിരുന്നത്. After that, there were the human kings, starting with Saul. അതിനുശേഷം ശൗല് തുടങ്ങി മനുഷ്യരായ രാജാക്കന്മാര് ഉണ്ടായി. And then God spoke to the kings and the prophets at that time. അന്നുണ്ടായിരുന്ന രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം സംസാരിച്ചു. There was 400 years of silence. 400 വർഷത്തെ ഒരു മൗന കാലഘട്ടം, where he didn't speak to anybody. അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായില്ല. And then Christ was incarnated. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Prior to which John the Baptist came with the baptism of and repentance. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിന് തൊട്ടു മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. All through these times and these different classes, what we saw is that God does not interfere with man's decision directly. ഈ വിവിധ കാലഘട്ടങ്ങളിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യന്റെ തീരുമാനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഒരിക്കലും നേരിട്ട് ഇടപെടുന്നില്ല എന്ന് നമ്മൾ കണ്ടു. Rather, he persuades man to take a path towards holiness by giving him options that may direct his path to holiness. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധമായ ജീവൻ നയിക്കുവാനായിട്ട് സഹായകരമായ രീതിയിൽ ദൈവം അവന്റെ സാഹചര്യങ്ങളെയും മറ്റു ചുറ്റുപാടുകളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. And there were various means by which his message was given to the people. അത് ജനത്തിന് വിവിധങ്ങളായ രീതികളിലൂടെ ദൈവം കാലാകാലങ്ങളിലായി ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരുന്നു. And each time man failed to make the right choice. എന്നാൽ ഓരോ പ്രാവശ്യവും മനുഷ്യൻ ശരിയായ തീരുമാനം എടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. Starting from Adam right up till the last time before the years of silence. ആദാം തുടങ്ങി നാം പഴയ നിയമത്തിന്റെ അവസാന കാലഘട്ടത്തിലെ ആ മൗനമായ കാലഘട്ടം വരെയും അങ്ങനെ ഉള്ള മനുഷ്യന്റെ പരാജയമാണ് ആവർത്തിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. The focus was on a nation, a chosen nation, Israel, to be able to live a life of holiness, and thereby the end that he would have a gathering of people who would worship him. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ വാസ്തവമായി ഭയപ്പെട്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ
ഒരുക്കുക എന്നുള്ളതായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. So many things were provided. There was the law, there were the priests, there was the tabernacle. There were so many things provided, the sacrifices. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആ ലക്ഷ്യം നിറവേറുവാനായിട്ട് ദൈവം അവർക്ക് പുരോഹിതന്മാരെ നൽകി, ന്യായപ്രമാണം നൽകി, അതുപോലെ ദൈവാലയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പല ക്രമീകരണങ്ങളും ദൈവം അതിനായിട്ട് അവർക്ക് വേണ്ടി ഒരുക്കി. But in the end, man failed. എന്നാൽ അതിൻ്റെയും അവസാനം അവർ പരാജയപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. So that's the time when God directly sent his son, or God himself, Son of God, to dwell amongst men and communicate to them the greatness of God, the salvation of God, and the need to live a life of holiness. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുകയും ദൈവം ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാനും അതുപോലെ വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് മനുഷ്യനെ സഹായിക്കത്തക്ക രീതിയിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടും ഇടയായി തീർന്നത്. Again, there was a lot of preparation in that. അതിനോടുള്ള ബന്ധത്തിലും പല ഒരുക്കങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. And if we look through man's eyes, that preparation was so much. നാം ഓർത്തുപോലെ നമ്മുടെ ദൃഷ്ടിയിൽ അത് വലിയ ഒരുക്കങ്ങളാണ് അതിന്റെ പുറകിൽ ദൈവം പ്രവർത്തിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. And now the question remains whether man is really come to terms of being holy. എന്നാൽ ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യൻ ആ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് എത്തുവാനായിട്ട് അവന് സാധിച്ചുവോ എന്നുള്ളതാണ്. The way that he has brought about the possibility of being holy is through repentance, salvation and sanctification. നമുക്കറിയാം ആ വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് ദൈവം വെച്ചിട്ടുള്ള മാർഗങ്ങളാണ് മാനസാന്തരം, രക്ഷ, വിശുദ്ധീകരണം എന്നുള്ള ആ കാര്യങ്ങൾ. So that he could have now not a nation but a church, a gathering of his own to be called unto eternity to worship him. എന്നാൽ ഇന്ന് ഒരു രാഷ്ട്രത്തെ അല്ല, പിന്നെയോ തൻ്റെ രക്തത്താൽ കർത്താവ് സമ്പാദിച്ച ആ സഭയാണ് നിത്യതയിൽ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത്. And to that extent the Holy Spirit is there to guide the believers through the journey in the earth. ഈ ലോകയാത്രയിൽ നമ്മെ സഹായിക്കുവാൻ, നമ്മെ നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ട്. The believer is freed from the power of sin. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിശ്വാസികൾ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. However, he is in the presence of sin. എന്നാൽ പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് വിശ്വാസികൾ ഇപ്പോഴും ആയിരിക്കുന്നത്. And therefore, അതുകൊണ്ട് the gospel message is to be in Christ. ആ സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളതാണ്. 2 Corinthians 5:17 reads, 2 കൊരിന്ത്യർ 5:17 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. And Galatians 6:15, ഗലാത്യർ 6:15 നാം വായിക്കുന്നു, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്ന് നാം വായിക്കുന്നു. In Christ is the key word. ക്രിസ്തുവിലാകുക എന്നുള്ളതാണ് ഇതിന്റെ താക്കോൽ വാക്ക്. And to that extent Apostle Paul explains the need of how to be in Christ and the need to forget the past. എങ്ങനെ ക്രിസ്തുവിലായിത്തീരുവാനായിട്ട് സാധിക്കും, അതുപോലെ പഴയത് അത് മറന്ന് മുന്നോട്ട് എങ്ങനെ പോകുവാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളാണ് പൗലോസ് ഈ ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. The children of Israel, the first thing that we see is that Jesus himself is a part of the nation Israel. He came as a Jew. ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് ഒരു യഹൂദനായിട്ടാണ്. And he spoke to the Jews. കർത്താവ് യഹൂദന്മാരോടാണ് സംസാരിച്ചത്. The expansion to the Gentiles was after his ascension. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ജാതികളിലേക്ക് സുവിശേഷം വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. So he did not disregard his own chosen nation. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഇസ്രായേൽ രാഷ്ട്രത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. And the promise he had given Abraham that the blessing will be through you was fulfilled at that time. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ആ സന്ദർഭത്തിൽ അത് നിറവേറുവാനായിട്ട് ഇടയായി തീർന്നു. And at the time when Jesus was around, the Israelites or the Jews
considered themselves to be a separate nation of a higher standing. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തില് അന്നുണ്ടായിരുന്ന യഹൂദന്മാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അവര് ഒരു വേർതിരിക്കപ്പെട്ട രാഷ്ട്രമാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരെക്കാൾ ഉന്നതരാണ് എന്നുള്ളൊരു ചിന്തയിലാണ് അവരായിരുന്നത്. Because they had always been supported by the great God. കാരണം അവർക്ക് എല്ലായ്പ്പോഴും വലിയവനായ ദൈവത്തിന്റെ ആ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. And provisions and protection and care, everything was provided by that great God. ആ വലിയവനായ ദൈവത്തിന്റെ കരുതലും സ്നേഹവും സംരക്ഷണവും ഒക്കെയും എപ്പോഴും ഇസ്രായേൽ രാഷ്ട്രത്തിനുണ്ടായിരുന്നു. To the extent that the Israelites considered God to be in their pocket. ആ ദൈവം അവരുടെ സ്വന്തം, അവരുടെ കയ്യില്, അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കത്തക്ക രീതിയിൽ ഈ ജനം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട്. And the way that they identified themselves different from the rest of the world is the consideration of the circumcision that they had. ആ പരിച്ഛേദന എന്നുള്ള ആ കാര്യത്തിലാണ് മറ്റുള്ള എല്ലാ ജാതികളിൽ നിന്നും തങ്ങൾ വ്യത്യസ്തരാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. Now, Apostle Paul says in 1 Corinthians 7:19, 1 കൊരിന്ത്യർ 7:19 പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. So here he brings about completely disregarding what the Jewish were so proud about. യഹൂദന്മാർ വളരെയധികം അഭിമാനിച്ചിരുന്ന ആ കാര്യം, ആ ക്രിയ, അതൊന്നും തന്നെ ഇല്ല എന്ന് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. It is preceding this, there is the argument where he's trying to prove to the Jews that all that you have been so proud about is actually of no value. അതിനെ തുടർന്ന് പൗലോസ് യഹൂദന്മാരോട് വളരെ തർക്കിച്ച ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഈ അഭിമാനം കൊള്ളുന്ന ഈ പ്രവൃത്തി അതൊന്നുമല്ല ദൈവമുമ്പാകെ എന്നുള്ളത്. And then in 1 Corinthians 7:23, a few verses later, അതിന്റെ താഴോട്ട് 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. he makes two clear points that you are now purchased and you cannot be a servant to man. അവിടെ പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന് വളരെ ഓർപ്പിക്കുകയാണ്. The concept of purchase is something that the Jews were quite used to because they had slaves. ഈ അടിമകളെ വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുകൊണ്ട് വിലയ്ക്ക് വാങ്ങുക എന്നുള്ള ഈ പ്രയോഗം യഹൂദന്മാർക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യമായിരുന്നു. They were also used to the word of servants. ആ ദാസന്മാർ എന്നുള്ള വാക്കുകളും അവർക്ക് പരിചിതമായിരുന്നു. So this is not a new concept to them. അതുകൊണ്ട് ഇതൊരു പുതിയ ആശയമല്ല. But then he tells them that you have been bought with a price, not the slave. You have been bought with a price, and do not be servants of men. അതുകൊണ്ട് ഈ ആശയം വ്യക്തമാക്കത്തക്ക രീതിയിൽ പൗലോസ് അവരോട് ഓർപ്പിക്കുകയാണ്, നിങ്ങളെയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. And let's go back to the time of the first covenant. ആദ്യം ദൈവം ചെയ്ത ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ, with Abraham, അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ in Genesis 17:7, ഉൽപ്പത്തി 17:7 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. To be a God unto thee and to thy seed after thee. That's the first phrase. To be a God to thee. God is promising, I will be your God. നിനക്ക് ദൈവമായിരിക്കേണ്ടതിന്, നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദൈവമായിരിക്കേണ്ടതിന് എന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുകയാണ്. In the 8th verse he goes on. അടുത്ത വാക്യത്തിൽ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും. The promise of giving the land Canaan. ആ കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുക്കുന്നതിന്റെ വാഗ്ദത്തം. And this is what he expects from them. അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച കാര്യമാണ് 17:10 നാം വായിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. And this is a token of the covenant betwixt me and you. അടുത്ത വാക്യത്തില്, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. So this is what he says, this is my covenant which you shall keep. And this is the token of the covenant, that is circumcision. ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്, അതിന്റെ അടയാളമാണ്
എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഈ പരിച്ഛേദന അവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്. This was a physical sign for the covenant, a publicly physical sign. ആ ദൈവം ചെയ്ത ഉടമ്പടിയുടെ അതിൻ്റെ ആ പരസ്യമായിട്ടുള്ള ഒരു 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 തെളിവെന്നുള്ള രീതിയിലാണ് പരിച്ഛേദന കൽപ്പിച്ചു കൊടുത്തത്. And this, according to the Jews, was one of the greatest things because this was given directly by God and God has expected them to do it and they have done it for their God. ഇത് ഒരു വലിയ കാര്യമായിട്ടാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അത് ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. But in Deuteronomy there is a little change to the way the understanding of circumcision is. എന്നാൽ ആവർത്തന പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഈ പരിച്ഛേദന എന്ന വിഷയത്തിൽ മനസ്സിലാക്കുന്നതിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And now Israel, ആ 10:12 വാക്യത്തിൽ, ആകയാൽ ഇസ്രായേലേ, what does the Lord thy God require of thee? നിന്റെ ദൈവമായ യഹോവ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ത്? To fear the Lord, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുക, to walk in all his ways, അവന്റെ എല്ലാ വഴികളിലും നടക്കുക, to love him അവനെ സ്നേഹിക്കുക, and to serve him, നിന്റെ ദൈവമായ യഹോവയെ സേവിക്കുക, and with all your heart and with all the heart and the soul. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കുക. Now these lines that say fear the Lord, walk in his ways, to love him and to serve the Lord has not changed in its concept when applied to the believers today. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ദൈവത്തെ ഭയപ്പെടണം, അവന്റെ വഴിയിൽ നടക്കണം, അവനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സേവിക്കണം. ഈ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. And he goes on further in the 13th verse to say, എന്നാൽ 13ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, keep the commandments of the Lord. നീ ഈ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കണം. And then the 16th verse he says, 16ാം വാക്യത്തിൽ നാം വായിക്കുന്നു, circumcise therefore the foreskin of your heart, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, and be not stiff-necked. ഇനിമേൽ ദുശ്ശാഠ്യമുള്ളവരാകരുത്. Now understand the word stiff-necked. ദുശ്ശാഠ്യം എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കുക. It is a decision of the person to believe that he is right, not necessarily God is right. He is right. The person himself is right. ഞാൻ ശരിയാണ്, ദൈവം അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്, Not necessarily. ദൈവം ശരി ആവണമെന്നില്ല എന്ന് ചിന്തിക്കുന്നതാണ് ദുശ്ശാഠ്യം. The first thing is his opinion is the right way. എന്റെ അഭിപ്രായമാണ് ശരിയായ വഴി. And this is what he says there, that you should not be stiff-necked. അതുകൊണ്ട് ദൈവം അവിടെ പറയുകയാണ്, ഇനിമേൽ ദുശ്ശാഠ്യമുള്ളവരാകരുത്. Therefore you are to circumcise the foreskin of your heart. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. The heart is a place where you make a decision. ഹൃദയത്തിലാണ് നാം തീരുമാനം കൈക്കൊള്ളുന്നത്. The circumcision of the heart was preceded by the few verses before we saw about how you have to keep the law, how you have to love your God and fear his God and walk in his ways and to serve the Lord. ഈ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തെ ഭയപ്പെടണം, അവനെ സ്നേഹിക്കണം, ദൈവത്തിന്റെ വഴിയിൽ നടക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. So the terminology of the way in which a believer should connect with his God is really in terms of circumcision of the heart. അതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനയായിട്ടാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. And that has been reflected in Romans also. ഈ കാര്യം തന്നെ റോമാലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. And further on we see that all those same terms are the same terms that are applied in the New Testament. ഇതേ വാക്കുകൾ തന്നെ പുതിയ നിയമത്തിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Then if you go on to Deuteronomy 30:15, അതിനുശേഷം നമ്മൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, he gives a certain amount of choices before the chosen people. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ മുമ്പാകെ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ചില കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുകയാണ്. I have set before thee life and good, and on the other side you have death and evil. ദൈവം ജീവനും ഗുണവും അതുപോലെ മരണവും ദോഷവും ദൈവം അവിടെ വെച്ചിരിക്കുകയാണ്. These are two things. You have two options. ഇത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. It's your choice. നിങ്ങളുടെ തീരുമാനമാണ്.
So remember, the choice is kept there. It is your choice and you are accountable for your choice. ഈ കാര്യങ്ങൾ ദൈവം അവിടെ വെച്ചിരിക്കുകയാണ്. ഈ തീരുമാനമെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. തീരുമാനമെടുക്കുന്നതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. And then he says in 30:16, 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, this day to love the Lord thy God, walk in his ways, to keep his commandments and his statutes and his judgments. Same repetition again. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴി നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും എന്ന് പറഞ്ഞ ആ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. Then you go on to see in the 19th verse, 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ we see, I call heaven and earth. He calls heaven and earth to record this day against you like a witness that I have set before you life and death, blessing and cursing. Therefore, he says, choose life, that both you and your seed may live. നിങ്ങളും നിങ്ങളുടെ സന്തതിയും ജീവിക്കേണ്ടതിന് ദൈവം അവിടെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ മരണവും ജീവനും അതുപോലെ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് ശരിയായ തീരുമാനമെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. There are no gray areas. ഇവിടെ വ്യക്തമാകാത്ത ഒരു കാര്യവുമില്ല. It's either you are on the side of God or you are against him. ഒന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിരുദ്ധമായിട്ട്. And any occasion that we look for a gray area or a compromise area, then there is something wrong. ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. It is said that if you have doubt, don't do it. സാധാരണ പറയാറുണ്ടല്ലോ, സംശയം ഉണ്ടെങ്കിൽ ആ കാര്യം പ്രവൃത്തി ചെയ്യരുത്. As far as your decision making concerned in your spiritual life, if there is any doubt, just don't do it. ആത്മീയ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കരുത്, അത് ചെയ്യരുത്. If you are convinced, if the Holy Spirit convinces you, then please go ahead. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആ കാര്യത്തിൽ നമുക്ക് വ്യക്തത തരികയാണെങ്കിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. I am recording here again the next reference to the word circumcision. ആ പരിച്ഛേദനയെ കുറിച്ച് തുടർന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്ന ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. And in Jeremiah 4:4, യെരമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. and it says, circumcise yourself to the Lord, take away the foreskins of your heart, ye men of Judah and inhabitants of Jerusalem. ആ യഹോവയ്ക്ക് നിങ്ങളെ തന്നെ പരിച്ഛേദന ചെയ്യുവിൻ, യഹൂദ പുരുഷന്മാരെ, യെരൂശലേം നിവാസികളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം എടുത്തു കളയുവിൻ. Or else ഇല്ലായെങ്കിൽ my fury come forth the fire and burn, that none can quench it, because of the evil of your doings. എന്റെ ക്രോധം തീ പോലെ പുറപ്പെട്ട് ആർക്കും കെടുത്താനാകാത്ത വിധം കത്താനായിട്ട് ഇടയായി തീരും നിങ്ങളുടെ ദുഷ്ടത നിമിത്തം. I'll bring you some statistics. ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരട്ടെ. The Abrahamic covenant was made in 2091 BC. 2091 BC-യിലാണ് ദൈവം അബ്രഹാമിനോടുള്ള ഉടമ്പടി ചെയ്തത്. And that was the dispensation of the promise. അത് വാഗ്ദത്ത യുഗമായിരുന്നു. And it carried on for 1000 years. ഏകദേശം 1000 വർഷങ്ങൾ ആ വാഗ്ദത്ത യുഗം തുടർന്നു. And the law was given to Moses in 1160 BC. 1160 BC-യിലാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകിയത്. Dispensation of law went along for another 1000 years. ന്യായപ്രമാണ യുഗം മറ്റൊരു 1000 വർഷം തുടർന്നു. And then അതിനുശേഷം the dispensation of grace came in 30 AD. AD 30 കൂടിയിട്ടാണ് കൃപായുഗം ആരംഭിക്കുന്നത്. Now what has transpired during these thousands of years? ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? The law had become a ritual to be practiced. ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട ഒരു ആചാരമായി മാറിയിരുന്നു. See, a ritual to be practiced is a repeated activity that presents itself as a pretension, not the reality. വാസ്തവം തിരിച്ചറിയാതെ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ആചാരമായി തീരുന്നത്. And this was what was being done in terms of the sacrifices that was being done in as we read in Malachi. മലാക്കിയുടെ ആ പ്രവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ യാഗങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. It was not of any real spiritual meaning.
യാതൊരു ആത്മീക അർത്ഥവും മനസ്സിലാക്കാതെ അങ്ങനെയുള്ള ഒരു ആചാരമായിട്ട് അത് മാറി. And the Jews considered circumcision like your Aadhaar card, as an identity card, as a proof. ഈ പരിച്ഛേദന എന്നുള്ള കാര്യവും യഹൂദന്മാർക്ക് അതൊരു തിരിച്ചറിയൽ ചിഹ്നമായി മാറി. No other group had that identification. അങ്ങനെ ഒരു തിരിച്ചറിയൽ മാർഗം മറ്റൊരു വിഭാഗത്തിനും ഉണ്ടായിരുന്നില്ല. The Islam religion came into existence only in 614 AD. 614 AD യിലാണ് ഇസ്ലാം മതം ആരംഭിച്ചത്. So we see thousands of years, a total 2000 years have passed, and the Jews enjoyed or thought they enjoyed the presence of God with them. ഏകദേശം 2000 വർഷത്തോളം അവര് യഹൂദന്മാർ ആ രീതിയിൽ ദൈവം തങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ അവര് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് They did not have a confirmation about it. അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നില്ല. But because they were circumcised and therefore they belong to God, therefore God has to be their God. എന്നാൽ പരിച്ഛേദന ഏറ്റതുകൊണ്ട് ദൈവം അവരുടെ ദൈവമാണെന്നുള്ളതും ദൈവം അവർക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതും ചിന്തയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. Such were the people who were now confronted by Jesus. അങ്ങനെയുള്ള ആളുകളാണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. And now the only two things that they knew something new to them was the kingdom of God and eternal life. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് അവരെ കേട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ദൈവരാജ്യം, രണ്ട് Eternal life. നിത്യജീവൻ. And that became something they wanted to add on to their existing so-called religiosity. ഈ രണ്ട് കാര്യങ്ങളും അവരുടെ ആചരിച്ചു വരുന്ന മത സംവിധാനങ്ങളോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. And they felt that there is something good in it. അതിൽ ചില നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. And therefore they became partly Christian. അതുകൊണ്ട് ഭാഗികമായിട്ട് ഒരു ക്രിസ്ത്യാനികളായിട്ട് അവർ തീർന്നു. But they would not let go their old baggage. എന്നാൽ അവരുടെ പഴയ ആചാരങ്ങൾ അവർ വിട്ടുകളഞ്ഞില്ല. And to them, Apostle Paul is telling them, that has no value that you're so proud of circumcision. ആ ജനത്തോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഈ അഭിമാനം കൊള്ളുന്ന പരിച്ഛേദന ഒന്നുമില്ല. And he tells them very clearly, വളരെ വ്യക്തമായിട്ട് അവരോട് you പറയുകയാണ്, need to be a new creature. പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് ആവശ്യമുണ്ട്. This is the new creature that we are coming to in the conclusion of these classes. ഈ പഠനത്തിന്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. What is this new creation? എന്താണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്? The new creation is not in the world. The new creation is in every believer. ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുടെയും ഉള്ളിലാണ് നടക്കുന്നത്. And all he says in Galatians 5 and 6 is, ഗലാത്യർ 5:6 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. Love, faith worketh by love. സ്നേഹവും വിശ്വാസവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. In the Old Testament, we do not see the amount of value to the word love as much as you see in the New Testament. പുതിയ നിയമത്തിൽ നാം സ്നേഹത്തെക്കുറിച്ച് വായിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ അത്രയും നമുക്ക് പഴയ നിയമത്തിൽ സ്നേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. More the love is with regard to men between women, and a little bit of love your God, yes, because he is giving us blessings. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനുഷ്യർ അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ചും എന്നാൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹം ലഭിക്കാനായിട്ട് ആ ഒരു ചിന്തയോടുകൂടിയൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. But going by the fact that the same terminologies that God gave to the Israelites with the sign of circumcision and the confirmation that the circumcision should be of the heart, എന്നാൽ ദൈവം പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അതേ കാര്യങ്ങൾ അത് ദൈവം തുടർന്ന് ഹൃദയത്തിന്റെ അഗ്രചർമ്മമാണ്, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് പ്രധാനം എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ഓർപ്പിക്കുന്നത് വരെയും. And therefore when we come into the New Testament times, പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ the reality of circumcision of the heart continues. ഹൃദയത്തിന്റെ പരിച്ഛേദന എന്നുള്ള ആ കാര്യം അതുപോലെ തന്നെ തുടരുകയാണ്. But for that you have to be in Christ. എന്നാൽ അതിനുവേണ്ടി ഒരുവൻ ക്രിസ്തുവിലാകുവാനായിട്ട് ആവശ്യമുണ്ട്. Salvation has given us that position of in Christ. രക്ഷിക്കപ്പെടുമ്പോഴാണ് നാം ക്രിസ്തുവിലായി തീരുന്നത്. But if we follow the same Jewish ritual system, you are not in Christ in reality. എന്നാൽ അതിനോട് ചേർന്ന് നാം യഹൂദ മത ആചാരങ്ങളിൽ തുടരുകയാണെങ്കിൽ ക്രിസ്തുവിലാകുന്ന അവസ്ഥയിലല്ല. Because circumcision means
cutting away of anything and everything that prevents us from fearing the Lord. ആ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളെയും നാം മുറിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. Anything that replaces God should be removed. ദൈവത്തിന്റെ സ്ഥാനം കവർന്നെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം കളയണം. And he says, love with all your heart. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. Serving him with wholeheartedness. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. And obeying his principles and precepts. അതോടൊപ്പം ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും ചെയ്യണം. It has not changed. God expects this from his children. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. തന്റെ മക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. And remember, he does not force you. He persuades you. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം, ദൈവം നമ്മെ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മേൽ എന്തെങ്കിലും നിർബന്ധം ചെലുത്തുകയല്ല, എന്നാൽ നമ്മെ അതിലേക്കുള്ള ആഹ്വാനം നൽകുകയാണ് ചെയ്യുന്നത്. Another way of looking at it is, മറ്റൊരു രീതിയിൽ നാം നോക്കുമ്പോൾ it includes removing idols, anything we love more than God, by repentance and faith. നമ്മുടെ ദൈവത്തെക്കാൾ നാം സ്നേഹിക്കുന്നത് എന്തും വിഗ്രഹങ്ങള്, ആ കാര്യങ്ങളെ മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും നമ്മിൽ നിന്ന് നീക്കിക്കളയുക. I'll rephrase that. Anything that you love more than God is termed as an idol. ദൈവത്തെക്കാൾ നാം സ്നേഹിക്കുന്നത് എന്തും അതിന് പറയുന്ന പേരാണ് വിഗ്രഹങ്ങൾ. And it is necessary to be reminded to examine my heart and circumcise, remove is the word, doubt, dismay and disappointments. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചിട്ട് എല്ലാ സംശയത്തെയും നീരസത്തെയും കയ്പിനെയും നീക്കിക്കളയുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. May we circumcise our hearts so that we may keep God's commands. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിച്ഛേദന ചെയ്യാം. Now more than 2000 years have started since the dispensation of grace. കൃപായുഗം ആരംഭിച്ചിട്ട് 2000-ലധികം വർഷങ്ങളായി. Circumcision of the believer's heart is a concept of sanctification, which is holy vessels set apart of God. ആ ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ആ ഒരു കാര്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ വിശുദ്ധീകരണ പ്രക്രിയ. The concept of circumcision was clearly, I will be your God and you have to always serve me, separated for God. ആ പരിശോധനയുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. But let us just look back for a moment and see whether we have become like the Jews who take this being born again as a ID proof. എന്നാൽ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യഹൂദന്മാർ ചെയ്തതുപോലെ ഈ പരിച്ഛേദന ഒരു അടയാളമായിട്ട് മാത്രം അത് അവര് എടുത്ത ആ ഒരു മാർഗമാണോ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് In Romans 2:28, റോമർക്ക് എഴുതിയ ലേഖനം 2:28 Apostle Paul talks about a Jew. അവിടെ യഹൂദനെ കുറിച്ച് പൗലോസ് ഓർപ്പിക്കുകയാണ്. He says he's not a Jew, which is one outwardly. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. Neither is that circumcision which is outward in the flesh. അതുപോലെ പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. But in 2:29 he says he's a Jew which is one inwardly. 29-ാം വാക്യത്തിൽ അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. And therefore you need to have the circumcision of that heart. അതിന് തുടർന്ന് പറയുകയാണ്, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ശരിയായ പരിച്ഛേദന. In spirit, ആത്മാവിൽ, not in the letter. അക്ഷരത്തിലല്ല. Whose praise is not of men. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. I want to stop there. ഞാൻ ഒരു നിമിഷം അവിടെ നിർത്തട്ടെ. This last phrase, whose praise is not of men but of God. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും എന്നുള്ള ഈ വാക്ക് In today's age and time, ഇന്നത്തെ കാലഘട്ടത്തിൽ praise of men is what man seeks, whether he's a believer or not a believer. ഏതൊരു മനുഷ്യനും വിശ്വാസിയോ അവിശ്വാസിയോ മനുഷ്യരാലുള്ള പുകഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. There is no weightage or no importance for the praise of God. ദൈവത്താലുള്ള പുകഴ്ചയ്ക്ക് യാതൊരു പ്രാധാന്യമോ വിലയോ കൽപ്പിക്കുന്നില്ല. Man is always thinking about the society that he can see.
തനിക്ക് കാണുവാൻ കഴിയുന്ന ആ സമൂഹത്തെയാണ് മനുഷ്യൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. And that is the outward appearance. അത് ബാഹ്യമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. When Apostle Paul wrote this about the Jews, and when this Bible, which is the inspired word of God, is available to us, we need to understand the concept, how it applies to us. ദൈവത്തിന്റെ ദൈവശ്വാസീയമായ തിരുവെഴുത്ത് നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ളപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കുന്നു എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Such that the circumcision of the heart should be in the spirit, not just a word. ആ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത് ശരിക്കും ആത്മാവിലുള്ള ഒരു കാര്യമായിട്ട് സംഭവിക്കണം. Circumcision means let go of everything that does not be a part of God. ദൈവത്തിന്റെ ഭാഗമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കി കളയുക എന്നുള്ളതാണ് ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത്. What is it that separates us from God? It's sin. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കളയുന്നത് എന്താണ്? പാപമാണ്. We had seen the threefold setup of sin. ആ പാപത്തെ 3 പടിയായിട്ട് നാം കാണുകയുണ്ടായി. It's an act. അതൊരു പ്രവൃത്തിയാണ്. It's a violation. അതൊരു ലംഘനമാണ്. Or a disobedience of God. അനുസരണക്കേട്, ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. It's a disobedience of the revealed will of God. ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിനോടുള്ള അനുസരണക്കേടാണ്. So the best way to avoid that term is to say, how do I know the will of God? അതുകൊണ്ട് അത് ലംഘിക്കുവാനായിട്ടുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ദൈവഹിതം അറിയാനായിട്ട് സാധിക്കും? This is where the general people today ask this question, how do I know the will of God? അതുകൊണ്ടാണ് പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ ദൈവഹിതം അറിയും? There is no messaging system, there is no means of emails or whatever between God and me. ഞാനോ ദൈവമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധം, അങ്ങനെ നേരിട്ടിട്ടുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. That is the key. You don't have a relationship with God because you are not on your knees. You are not reading the word of God. അത് തന്നെയാണ് അതിന്റെ ശരിയായ കാരണം എന്ന് പറയുന്നത്. നീ ദൈവമായിട്ട് ശരിയായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല, ദൈവവചനം വായിക്കുന്നില്ല. The communication is being on your knees, praying to God and reading the word of God. ദൈവത്തായിട്ടുള്ള ശരിയായ ബന്ധം എന്ന് പറയുന്നത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക എന്നുള്ളതാണ്. Today I was in discussion with somebody. ഞാൻ ഇന്ന് ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I was telling that person of how so much of my life has been wasted on other things but God. ദൈവത്തെ കൂടാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരുപാട് സമയം ഞാൻ എങ്ങനെ കളഞ്ഞു എന്നുള്ളത് ഞാൻ പറയുകയായിരുന്നു. Whether it be professional life or otherwise. അത് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിൽ മറ്റു കാര്യങ്ങളോടുള്ള And ബന്ധത്തിലാണ്. I feel that I have lost those opportunities, lost time. I cannot go back. So I have lost it. I felt very sorry about it. അങ്ങനെ അനേക അവസരങ്ങളും അനേക സമയങ്ങളും നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് ഇന്ന് അതിനെക്കുറിച്ച് ദുഃഖമുണ്ട്. But then what is the use of doing that now, because it's already gone? എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? കാരണം അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു, ഇത് തിരിച്ചു കിട്ടുകയില്ല. The will of God was being given to me as a choice at times which I usually ignored. ദൈവത്തിന്റെ ഹിതം എനിക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവം എനിക്ക് നൽകിയെങ്കിലും ഞാൻ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. It is also a state. അതൊരു അവസ്ഥയാണ്. What do you mean by state? എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ? When we do not have in ourselves a sense of righteousness, rather it leads to unholiness. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നീതിബോധം ഇല്ലാതെ വരുമ്പോൾ അത് നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. And the general method is it's acceptable because the other guy has done it. അതിന്റെ ഒരു സാധാരണ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. So you're hiding behind the excuse of somebody else having done it does not mean that is right with God. ഒരു കാരണമാണ് നമ്മൾ പറയുന്നതെങ്കിലും ദൈവമുമ്പാകെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. Now the third would be the nature. By nature we are sinners. മൂന്നാമത്തെ ഒരു പടി എന്ന് പറയുന്നത് പ്രകൃതി. നാം പ്രകൃതിയാൽ പാപികളാണ്. But once we have been saved, we are not in the power of sin. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. We are in the presence of sin and God is telling us through His Spirit, that is not the way, this is the way. നാം പാപത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നെങ്കിൽ തന്നെയും ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതല്ല വഴി, ഇതാണ് നിനക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട്. But we still choose the wrong way. എന്നാൽ വീണ്ടും നാം തെറ്റായ വഴി തിരഞ്ഞെടുത്ത് അതിൽ മുന്നോട്ട് പോവുകയാണ്. I am repeating this slide again. ഈ കാര്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. Sin can be defined as be it in thoughts, words or deeds. പാപം എന്നത് ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ ആകാം.
And anything that does not glorify God, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത എന്തും പാപമാണ്. anything that does not please God, ദൈവത്തെ പ്രസാദിക്കാത്ത എന്തും പാപമാണ്. anything that's against the will of God. ദൈവഹിതത്തിനെതിരായിട്ടുള്ള എന്തും പാപമാണ്. This is like what you call a testing machine to know whether you are on the will of God. നാം ദൈവത്തിന്റെ ഹിതത്തിലായിരിക്കുന്നു എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാര്യങ്ങൾ. This is the means to know the will of God. ദൈവഹിതം അറിയാനായിട്ടുള്ള മാർഗവും ഇത് തന്നെയാണ്. Not necessarily the revealed will of God, വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം മാത്രമല്ല, but what we are doing, is it going to glorify God? Is it going to please God? Will it be in the will of God? This is a thing that we can itself understand. എന്നാൽ നമ്മുടെ ഓരോ പ്രവർത്തികളോടുള്ള ബന്ധത്തിലും ഇത് ദൈവഹിത പ്രകാരമാണോ, ഇത് ദൈവത്തിന് പ്രസാദം വരുത്തുന്നതാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇത് നമ്മെ സഹായിക്കുന്നു. And the way that God has instituted or allowed sanctification to take place takes care of all those situations where we go wrong. നാം തെറ്റിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ വിടുവിച്ച് വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. You know, there is the positional sanctification, the practical daily sanctification. സ്ഥാനീയമായിട്ട് നമുക്ക് ലഭിച്ച വിശുദ്ധീകരണത്തെക്കുറിച്ചും പ്രായോഗികമായ വിശുദ്ധീകരണത്തെക്കുറിച്ചും നമുക്കറിയാം. And as in Hebrews, എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ we have been sanctified through the offering of the body of Jesus Christ once for all. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Hence we have been sanctified and qualified to be holy. ആ കാര്യത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്, വിശുദ്ധീകരിക്കുവാനായിട്ട് നാം അർഹരായി തീർന്നിരിക്കുകയാണ്. It's God's will for our lives and soul. It involves becoming more like Christ. നാം ക്രിസ്തുവിനെ പോലെ ആയി തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. Purifying our hearts and soul and minds and aligning ourselves with God's will. That is circumcision of the heart. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയും ദൈവഹിതവുമായി നമ്മെ തന്നെ ക്രമീകരിക്കുകയും ചെയ്യുന്നത്, അതാണ് ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. 1 Thessalonians 4:3. 1 തെസ്സലോനിക്കർ 4:3 നാം ഇങ്ങനെ വായിക്കുന്നു, This is the will of God, even your sanctification. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. And 1 Thessalonians 4:7 says, well, God had not called us unto uncleanness, but unto holiness. 4:7 നാം വായിക്കും, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. And there is this verse in Romans chapter 6 verse 19. റോമർ 6:19 നാം ഇങ്ങനെ വായിക്കുന്നു, where Apostle Paul is trying to explain in simple terms what we mean by holiness. ആ വിശുദ്ധീകരണം എന്നുള്ളത് എന്താണ് എന്ന് വളരെ ലളിതമായിട്ട് പൗലോസ് അവിടെ പറയുകയാണ്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. What you were doing so far when you were submitting your members to unholiness, now after you have been sanctified positionally, he is asking you to give your members to righteousness. നാം എങ്ങനെ നമ്മുടെ അവയവങ്ങളെ അശുദ്ധിക്കായിട്ട് അധർമ്മത്തിനായിട്ട് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്ന നാം അതേ അവയവങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞു. There is no doubt that there is a continuous warfare taking place. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. And Apostle Paul has said that in Romans 7:25. റോമർക്ക് എഴുതിയ ലേഖനം 7:25 പൗലോസ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. But the persuasion that we see, as I said, the persuasion of God is there in Romans 6:22. എന്നാൽ റോമർ 6:22 ദൈവത്തിന്റെ ആ നിർബന്ധം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരെ ആയിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. And in 2 Corinthians it says, how do we perfect holiness in the fear of God? 2 കൊരിന്ത്യർ 7:1 നാം എങ്ങനെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ള കാര്യം അവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, as far as an individual believer is concerned, വ്യക്തിപരമായിട്ട് ഓരോ വിശ്വാസികളെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, and we have mentioned this before, Christ in you. ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം പറഞ്ഞിട്ടുണ്ട്. In Romans 8:10, റോമർ 8:10 ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. and
if Christ is in me, ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ നാം ഗലാത്യർ 2:20 നാം വായിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. I heard this great servant of God say this. ഒരു ദൈവദാസൻ ദൈവഭക്തൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I am crucified with Christ on the cross. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. And because I am crucified, I cannot be able to do anything of my own. ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. I am nailed to the cross. ഞാൻ ആ ക്രൂശിനോട് തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. That was a method of illustrating the fact that I should deny myself. ഞാൻ എന്നെ തന്നെ ത്യജിക്കണം എന്നുള്ള കാര്യം വെളിപ്പെടുത്തുവാനായിട്ട്, അത് മനസ്സിലാക്കുവാനായിട്ട് ഉള്ള ഒരു കാര്യമാണത്. Once your hands are nailed on the cross and the legs are nailed on the cross, you neither can move. നമ്മുടെ കൈകാലുകൾ ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അനങ്ങാൻ പോലും സാധിക്കുകയില്ല. Remember, there's a day called the Judgment Day. ഓർക്കുക, ന്യായവിധി ദിനം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. In Matthew chapter 7 verse 22. മത്തായി 7:22 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. And this is what he replies. അടുത്ത വാക്യത്തിലെ കർത്താവിന്റെ മറുപടി നമ്മൾ അവിടെ കാണുന്നു. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. So we may consider something to be holy. നാം വിശുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, But Christ says, I don't know you. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. And depart from me, you that work iniquity. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. This last slide is what we need to achieve in the end. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടത്. Thus that our sin should diminish and holiness should increase. പാപത്തിൽ നാം കുറവുള്ളവരായി തീർന്ന് കുറഞ്ഞു പോയി വിശുദ്ധിയിൽ നാം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു. May God add his blessings to these words. ഈ കാര്യങ്ങളുടെ മേൽ ദൈവം തന്റെ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.